ഹലോ ഗായ്സ്, പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഏതാ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ GTA ഇന്ത്യൻ ഗെയിമാണ്. ഇപ്പം നമ്മൾ പുതിയ അപ്ഡേറ്റ് ആക്കിയ ഗെയിമാണ്. ഇപ്പോൾ എല്ലാവരും പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടും ഈ ഗെയിം. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമ്മൾ ഈ ഗെയിമിലാവും വീഡിയോസൊക്കെ ഇടുക. ഇതിലും ഇന്ത്യൻ ബൈക്കിൻ്റെ അതേ ഒരു കോപ്പി സാധനമാണ്. ഇതിലും നമുക്ക് ചീപ്പ് കോഡൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരൊക്കെ കാണുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. ഫസ്റ്റ് നമ്മളെ വീട് നമ്മളത്ര ക്വാളിറ്റി ഒന്നുമില്ല, അത്ര കോപ്പി വെർഷനാണ്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സോങ്ങിലൊന്നുമില്ല, ഫോണിൽ നമുക്ക് ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ വരുത്തിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ ഇതിൽ പറയുന്നത് നേരെ നമ്മളിത് ഡൗൺലോഡ് ചെയ്ത പ്ലേ സ്റ്റോർക്ക് എത്തുക. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് മാസ്ക് വെക്കാം. നമ്മൾ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് വേണ്ട. പിന്നെ യൂട്യൂബ് അതൊക്കെ ഈ സാധനം ചെയ്ത് അയാളെ യൂട്യൂബ് ചാനലൊക്കെ വരിക. പിന്നെ ഇവിടെ ട്രെയിനൊക്കെ എവിടെയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതായത് ചീപ്പ് കോഡൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചീപ്പ് കോഡ് പറയണത് 1441 ആണ് ആദ്യത്തെ ചീപ്പ് കോഡ്. നമുക്കൊന്ന് ഡയൽ ചെയ്ത് നോക്കാം. ഗായ്സ്, ആദ്യം തന്നെ വന്നുള്ളൊരു ഫോർച്യൂണറാണ്. ഫോർച്യൂണർ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഓടിച്ചു നോക്കാം. അടുത്ത ചീപ്പ് കോഡ് പറയുന്നത് 14 പിന്നെ 43 ആണ്. അപ്പോൾ അതിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഗായ്സ്, ഇതിൽ ഹ്യൂണ്ടായി ക്രെറ്റയാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ അടുത്ത ചീപ്പ് കോഡ് 66 ആണ്. ഇപ്പോൾ നമ്മളെ 6. ഗായ്സ്, ഇതിൽ മറ്റേ DJ ട്രക്കാണ് വന്നിട്ടുള്ളത്. ട്രക്കല്ല, ഒരു ജീപ്പ് വരയ്ക്കുന്നത്. ആദ്യം നമുക്ക് ഇതൊന്ന് ഓടിച്ച് നോക്കാം. ഗായ്സ്, നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കൂടി പറയണേ, വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളി. ഗായ്സ്, ഇൻറ്റീരിയറിൽ കോപ്പി പേസ്റ്റ് ആയതുകൊണ്ട് സ്റ്റിയറിംഗ് ഒക്കെ നമ്മൾ കയ്യിൽ പിടിക്കുന്ന രീതിയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടി ഇവിടെ എടുക്കട്ടെ. നമുക്ക് അടുത്ത് പോയിട്ട് ക്രച്ച് ഒന്ന് ഓടിച്ച് നോക്കാം. അല്ല വേണ്ട, അടുത്ത് നമുക്ക് ഫോർച്യൂണർ ഓടിക്കാം. എന്നിട്ട് നമ്മളെ ക്രെറ്റ് എടുത്തിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമ്മൾ ഫോർച്യൂണർ ഒന്ന് നോക്കാം. നമ്മൾ ഫോർച്യൂണറിൻ്റെ ഉള്ളിൽ കയറിൻ്റെ ഇൻറ്റീരിയൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറിങ്ങിന് ചെറിയൊരു വളവുണ്ട്, കോപ്പിറൈറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മളെ കൈയൊന്നും എന്തെങ്കിലും വെക്കണില്ല. അപ്പോൾ വെച്ച് ഗൈസ്, നമ്മൾ കയറി അതൊന്നും വെച്ചിട്ടില്ലായിരുന്നേ. ഇനി നമുക്ക് അടുത്ത ക്രെറ്റയിൽ കയറി വെക്കാം. പിന്നെ ഭയങ്കര ലാഗിങ് ഉണ്ട്, കോപ്പി ആവുണ്ടാവും. നമ്മളെ ക്രെറ്റ അതാ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ക്രെറ്റയിലൊന്ന് കയറി വെക്കാം. പക്ഷേ നമ്മൾ ക്രെറ്റയിൽ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രെറ്റൻ്റെ ഉൾഭാഗം. ഇത് ശരിക്കും നമ്മളെ ക്രെറ്റൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. ഇൻറ്റീരിയറിൽ ഒരു 2 മീറ്റർ ഉണ്ട് തോന്നുന്നു, അറിയില്ല. അപ്പോൾ നമ്മുടെ ക്രെറ്റനെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോവാം. നമുക്ക് ഫോർച്യൂണർ എടുത്തിട്ട് കുറച്ച് സ്ഥലങ്ങൾ വരെ പോയിട്ടിടാം. പിന്നെ നമ്മുടെ ഫോർച്യൂണറിൻ്റെ കളറും മാറ്റാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഗൈസ്, കളറും മാറ്റി കളിക്കാം. ഇപ്പം നമ്മൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്, യെല്ലോ ആക്കിയിട്ടുണ്ട്. അപ്പം RGB ആക്കാം. ഇപ്പം നമ്മൾ RGB ആക്കണില്ല. നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. എന്നിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ വരെ പോയിട്ടിടാം. പിന്നെ എന്താ അറിയില്ല, ഭയങ്കര ലാഗിങ് ഉണ്ട്. നമുക്ക് പോലീസ് വരും ഈ ഗെയിമിൽ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഒരാൾ ഇതവിടെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഈ ഗെയിം കളിച്ചപ്പോൾ തൊട്ട് വിചാരിച്ചതാണ്. ഒരു പിസ്റ്റലൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഇപ്പം നമ്മൾ എടുക്കണില്ല. നമ്മൾ അവനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഗൈസ്, ഗണ്ണൊന്നും അവൻ്റെ ദേഹത്തും പോലും കൊള്ളണില്ല. നമുക്ക് മിസൈൽ ഗണ്ണ് വെച്ചിട്ട് നോക്കാം. ഗൈസ്, മിസൈൽ ഗണ്ണ് ആയിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പോലീസ് വന്നോ? പോലീസിനൊന്നും കാണാനില്ല എനിക്ക് തോന്നുന്നത്. ഇതിൽ പോലീസ് ഇല്ല എന്നാണ്. ഗൈസ്, പോലീസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. നമുക്ക് ഒരാളും കൂടി ഒന്ന് വെച്ച് നോക്കാം. ചിലപ്പോൾ ഇനി ഒരാളെ മാത്രം വെച്ചുകൊണ്ടാവും. അവിടെ ഗൈസ് ഒരാൾ നടക്കുന്നുണ്ട്. ഷീറ്റ് ഗൈസ്, അതാ കറക്റ്റ് അവിടേക്ക് എത്തിയില്ല. ഇതിൽ പോലീസൊന്നും വരത്തില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, എല്ലാവരും ഗെയിമൊക്കെ ഒന്ന് കളിച്ച് നോക്കി. അപ്പോൾ
ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.